ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വിളിച്ചു ചേർത്ത യോഗം അലങ്കോലപ്പെടുത്തിയവർ ഒറ്റപ്പാലത്തിന് തന്നെ അപമാനമാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്. നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചപ്പോൾ UDF അംഗങ്ങൾ തീരുമാനിച്ചത് ജനങ്ങൾ ദുരിതത്തിലാവണമെന്നാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ആരോപിച്ചു. കൗൺസിൽ ഹാളിൽ വാർഡ് അടിസ്ഥാനത്തിൽ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും കൗൺസിൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹാളിൽ കയറി ജനപ്രതിനിധികളുടെ സീറ്റുകൾക്ക് മുന്നിലുള്ള നെയിം ബോർഡിൽ വെള്ള പോസ്റ്റർ ഒട്ടിക്കുകയും മറ്റ് ജനപ്രതിനിധികളുടെ സീറ്റിൽ അതിക്രമിച്ചു കയറി UDF അംഗങ്ങൾ ഇരുന്നെന്നും രാജേഷ് പറഞ്ഞു. വാർഡ് അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകൾക്കും ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇരിപ്പിടം ക്രമീകരണം അവിടെ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 കൗൺസിൽ യോഗങ്ങളിലും ഇതേ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗം ചേർന്നത്. എന്നാൽ ഇന്ന് നഗരസഭ കൗൺസിൽ ഹാളിൽ അതിക്രമിച്ച് കയറി കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില ആളുകളുടെ പേരുകൾക്ക് നേരെ അവിടെ തയ്യാറാക്കി വെച്ച ബോർഡുകൾക്ക് നേരെ വെള്ള പോസ്റ്റർ പതിക്കുകയും മറ്റുള്ളവർ ഇരിക്കുന്ന കസേരകളിൽ മറ്റ് കൗൺസിലർമാർക്ക് എഴുതി അവർ ഇരിക്കേണ്ട കസേരകളിൽ മറ്റുള്ളവർ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൗൺസിലർമാർ കയറിയിരിക്കുകയും ഈ യോഗം അലങ്കോലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നടത്തേണ്ട ചർച്ച UDF അലങ്കോലപ്പെടുത്തിയെന്നും എല്ലാവർക്കും മുൻവശത്തിരിക്കാൻ സാധിക്കില്ല എന്നും അതിക്രമിച്ചു മറ്റുള്ള ജനപ്രതിനിധികളുടെ ഇരിപ്പിടത്തിൽ കയറിയിരുന്ന യോഗം അലങ്കോലപ്പെടുത്തുന്നവർ ഒറ്റപ്പാലത്തിന് അപമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ ഹാൾ എന്ന് പറയുന്നത് 2 ലൈനായിട്ടാണ് സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് മുൻവശത്തിരിക്കണം എന്നുള്ളതാണ്. ആ മുൻവശത്തിരിക്കാൻ മുൻവശത്തുള്ള കൗൺസിലറുടെ സ്റ്റിക്കർ അതിൽ പതിച്ചു വെച്ചിട്ടുണ്ട്, പേര് പതിച്ചു വെച്ചിട്ടുണ്ട്. ആ പേര് പതിച്ചു വെച്ചത് മായ്ക്കുകയും അവിടെ കയറിയിരിക്കുകയും യോഗം അലങ്കോലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരം ആളുകൾ ഒറ്റപ്പാലത്തിന് വളരെ വളരെ അപമാനകരമാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന സമീപനമാണ്.